നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് മെഡിക്കൽ സെക്ടർ എക്സാമിനേഷനായ NTA നടത്തുന്ന നീറ്റ് എക്സാമിനേഷൻ. മെയ് 3 എക്സാമിനേഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഈ എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും NTA വെബ്സൈറ്റായ nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇന്ന് ഫെബ്രുവരി 8 മുതൽ മാർച്ച് 8 വരെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമാണ്. ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ ഈ നീറ്റ് എക്സാമിനേഷന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് 720 നടക്കുന്ന എക്സാമിനേഷനിൽ എത്ര ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ലഭിക്കുന്ന കോഴ്സുകൾ. MBBSന്റെയും BDSന്റെയും ഇന്ത്യ മുഴുവനുള്ള സീറ്റുകൾ. അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളായ AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്, എയിംസിന്റെ ക്യാമ്പസുകൾ, ജിപ്മറിന്റെ ക്യാമ്പസുകൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, പ്രൈവറ്റ് ഫിനാൻസിംഗ് കോളേജുകൾ, ഡീംഡ് ടു ബി മെഡിക്കൽ കോളേജുകൾ, ഈ ക്യാമ്പസുകളിലെല്ലാം സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് ഈ നീറ്റ് എക്സാമിനേഷന്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിനോടൊപ്പം ESI മെഡിക്കൽ കോളേജുകളുടെ സീറ്റുകളും നീറ്റ് എക്സാമിനേഷന്റെ സ്കോറിലൂടെയാണ് അഡ്മിഷൻ ലഭിക്കുക. ഇതിനോടൊപ്പം തന്നെ ഇന്ത്യ മുഴുവനുള്ള ഓരോ സ്റ്റേറ്റുകളിലെയും ബാക്കി വരുന്ന കോഴ്സുകളായ ആയുർവേദം, ഹോമിയോ, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, പൊല്യൂഷൻ ആൻഡ് എൻവറോൺമെന്റ് സയൻസ്, ബയോടെക്നോളജി, BSc നഴ്സിംഗ്, ഇതേപോലുള്ള കോഴ്സുകളിലേക്കെല്ലാം അഡ്മിഷൻ ലഭിക്കാൻ നമ്മൾ ഈ നീറ്റ് എക്സാമിനേഷന്റെ സ്കോറാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത് മെഡിക്കൽ പ്രൊഫഷൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണോ നീറ്റ് എക്സാമിനേഷൻ മികച്ച റാങ്കും മാർക്കും കരസ്ഥമാക്കണം. ഇതിനോടൊപ്പം വിദേശത്ത് പോയി MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥികളും നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിരിക്കണം. ഏത് കൺട്രിയിൽ പോയി MBBS പഠിച്ചാലും അതിനുശേഷം ഇന്ത്യയിൽ വന്ന് MBBS ഡിഗ്രിയോട് ഒരു ഡോക്ടർ ഡെസിഗ്നേഷനിൽ ജോലി ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് എഴുതേണ്ട എക്സാമിനേഷൻ ഉണ്ട്, FMG എക്സാമിനേഷൻ. നീറ്റ് എലിജിബിൾ ആകുന്ന രീതിയിൽ സ്കോർ ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് FMG എക്സാമിനേഷൻ എഴുതാനും സാധിക്കത്തില്ല. അപ്പൊ അത്ര കണ്ട് പ്രാധാന്യമുള്ള എക്സാമിനേഷനാണ് നീറ്റ് എക്സാമിനേഷൻ. ഈ നീറ്റ് എക്സാമിനേഷന് നമ്മൾ പഠിക്കേണ്ടത് 11th 12th പോർഷനായ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ സിലബസ് ആണ്. ഈ സിലബസ് തന്നെയാണ് ഈ വർഷം NTA നടത്തുന്ന എക്സാമിനേഷനും സിലബസ് ആയി കൺസിഡർ ചെയ്യുക. അതായത് മുൻ വർഷത്തിനേക്കാൾ ഒരു വ്യത്യാസവും ഇല്ലാതെ നീറ്റ് എക്സാമിനേഷന്റെ സിലബസ് വഴി 2026 നീറ്റ് എക്സാമിനേഷൻ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠിച്ചു തീർത്ത് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാം. 20 ലക്ഷത്തിന് മുകളിൽ വിദ്യാർത്ഥികളാണ് ഈ നീറ്റ് എക്സാമിനേഷന് ഇന്ത്യ മുഴുവനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നാം ഓരോ കോളവും ഫില്ല് ചെയ്യേണ്ടത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിലൂടെ തന്നെ പേരൻസിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഏറ്റവും ആദ്യം കരുതി വെക്കേണ്ടത്? ഈ വർഷം NTA നടത്തുന്ന മറ്റ് എക്സാമിനേഷനായ CUET എക്സാമിനേഷനും JEE എക്സാമിനേഷനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കറിയാം. ഇതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ഫോട്ടോ ഓരോ വിദ്യാർത്ഥികളും അപ്ലോഡ് ചെയ്തത് ലൈവ് ക്യാപ്ചറിംഗ് മെത്തേഡിലാണ്. ആ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നീറ്റിനും കൺസിഡർ ചെയ്യുക. ഇതിനോടൊപ്പം നാം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം, നമ്മുടെ തമ്പ് ഇംപ്രഷൻ, ലെഫ്റ്റ് തമ്പും റൈറ്റ് തമ്പും, ഇതിനോടൊപ്പം ഫുൾ ഫിംഗേഴ്സും നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് നാം അപ്ലോഡ് ചെയ്യണം, നമ്മുടെ ID പ്രൂഫായ ആധാർ കാർഡ് നാം അപ്ലോഡ് ചെയ്യണം. ഇതിനോടൊപ്പം നമുക്ക് ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ, ഡിസബിലിറ്റിയുടെ റിസർവേഷൻ ഉണ്ടെങ്കിൽ, കാസ്റ്റ് വൈസ് ഉള്ള റിസർവേഷൻസ് ഉണ്ടെങ്കിൽ, OBC NCL റിസർവേഷൻ ഉണ്ടെങ്കിൽ, കാസ്റ്റ് വൈസ് ഉള്ള SC ST റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ നാം അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളോടൊപ്പം നമ്മുടെ 2 മൊബൈൽ നമ്പരും 2 ഇമെയിൽ അഡ്രസ്സും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് വിദ്യാർത്ഥികൾ കറക്റ്റ് ചെയ്ത് വെക്കണം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും അക്ഷയ സെന്ററിലോ ഇന്റർനെറ്റ് കഫേയിലോ പോയാണ് ഈ ഓൺലൈൻ പ്രോസസ്സിംഗ് ചെയ്യുന്നതെങ്കിൽ അക്ഷയ സെന്ററിന്റെയോ ഇന്റർനെറ്റ് കഫേയുടെയോ ഫോൺ നമ്പറോ മെയിൽ അഡ്രസ്സോ അല്ല നാം ഇവിടെ എൻട്രി ചെയ്യേണ്ടത്. പകരം ഓരോ കാൻഡിഡേറ്റും ആ കാൻഡിഡേറ്റിന്റെയോ പേരൻസിന്റെയോ മെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും തന്നെ OTP വരാനും യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനും ഉപയോഗിക്കുക. ഇത് ഈ ഒരു സമയത്തേക്ക് മാത്രമല്ല ആവശ്യം.
ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞാൽ എക്സാമിനേഷൻ എഴുതുന്ന സമയത്തും ഓൺലൈൻ ചോയ്സ് ഫില്ല് ചെയ്യുന്ന സമയത്തും അഡ്മിഷൻ ടൈമിലും എല്ലാം ഈ യൂസർ നെയിമും പാസ്വേഡും മെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും നമ്മൾ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഇത് മറ്റൊരാളുടെയാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമുക്കിതിനൊക്കെ ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളും റെസ്ട്രിക്ഷൻസും നേരിടേണ്ടത് വരും. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും സ്വന്തം ഫോൺ നമ്പറും മെയിൽ അഡ്രസ്സും യൂസ് ചെയ്ത് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിനോടൊപ്പം എല്ലാ വിദ്യാർത്ഥികളും പേരൻസും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം, നമുക്ക് ഇന്ത്യ മുഴുവൻ ഒരു MBBS കോഴ്സ് പഠിക്കാൻ, BDS കോഴ്സ് പഠിക്കാൻ ഇതിനൊന്നും ഒരു കോളേജിൽ ഒരു സീറ്റ് പോലും മാനേജ്മെന്റ് സീറ്റായിട്ടോ ബ്രോക്കർമാർ വാങ്ങിത്തരുന്ന സീറ്റുകളായിട്ടോ ഒരു വിദ്യാർത്ഥിക്കും കാൻഡിഡേറ്റിനും ലഭിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സീറ്റ് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന ഓൺലൈൻ പ്രോസസ്സിങ്ങിൽ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ അഡ്മിഷൻ ഉറപ്പാക്കണം. കഴിഞ്ഞ വർഷങ്ങളിൽ പോലും 1 കോടി രൂപ ഡൊണേഷൻ കൊടുത്തു, 50 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്തു, കൈക്കൂലി വാങ്ങി എന്നൊക്കെ പറഞ്ഞ് പണം നഷ്ടപ്പെട്ട ധാരാളം പേരൻസും വിദ്യാർത്ഥികളുമുണ്ട്. കോടതിയും കേസുമായി നടക്കുന്നവരുമുണ്ട്. പ്രത്യേകം മനസ്സിലാക്കുക, നമ്മുടെ ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ് സീറ്റിലോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലോ ഡീംഡ് മെഡിക്കൽ കോളേജുകളിലോ ഒരു സീറ്റ് പോലും ഒരു ഏജന്റിനും അല്ലെങ്കിൽ ആ കോളേജിന്റെ അധികാരികൾക്ക് പോലും സീറ്റുകൾ ഫില്ല് ചെയ്യാൻ ഒരു പെർമിഷനും ഇല്ല. നന്നായി പഠിച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ചോയ്സ് ഫില്ലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുത്ത് വേണം നമുക്ക് അർഹതപ്പെട്ട സീറ്റുകൾ കരസ്ഥമാക്കാൻ. ഇതിനോടൊപ്പം നമ്മൾ കണ്ട മറ്റുള്ള കോഴ്സുകളായ അഗ്രികൾച്ചറും ഹോമിയോയും ആയുർവേദവും ഏത് കോഴ്സിനും ഈ നീറ്റ് എക്സാമിനേഷന്റെ സ്കോർ ആവേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും നീറ്റ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ NDAയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതിനായിട്ടുള്ള ഡേറ്റുകൾ, അതായത് ഫെബ്രുവരി 8-ാം തീയതി മുതൽ മാർച്ച് 8-ാം തീയതി വരെ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ പ്രൊസീജിയറിനെ കുറിച്ചും ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സുകളെ കുറിച്ചും ഇതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഫീസിനെ കുറിച്ചും ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ 1,700 റുപ്പീസും റിസർവേഷൻ കാറ്റഗറി ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ 1,600 റുപ്പീസും അതുപോലെ SC ST പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്കാണെങ്കിൽ 1,000 റുപ്പീസിൻ്റെയും ഇന്ത്യക്ക് പുറത്താണ് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ എഴുതുന്നെങ്കിൽ 9,500 റുപ്പീസുമാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് നാം റെമിറ്റ് ചെയ്യേണ്ടി വരിക. എക്സാമിനേഷന്റെ ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 3 മെയ് 3-ാം തീയതി 2026 എക്സാമിനേഷൻ. 180 ക്വസ്റ്റ്യൻസിന്റെ 180 മിനിറ്റ്സ് കൊണ്ട് ആൻസർ ചെയ്യേണ്ട എക്സാമിനേഷൻ. 2 മണിക്ക് തുടങ്ങി 5 മണിക്ക് തീരുന്ന 3 മണിക്കൂറിന്റെ എക്സാമിനേഷൻ. ഓരോ വിദ്യാർത്ഥികൾക്കും എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സെന്റർ എവിടെയാണ് ലഭിക്കുന്നത് എന്നുള്ളത് ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എക്സാമിനേഷൻ സെന്റർ അനൗൺസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് ടിക്കറ്റുകൾ എടുത്ത് ഏത് ക്യാമ്പസിൽ വെച്ചാണ് നാം എക്സാമിനേഷൻ എഴുതേണ്ടത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഈ പ്രിപ്പറേഷനൊക്കെ ഉപരിയായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതും പഠിക്കുന്നതിനും ഉപരിയായി നമ്മൾ നന്നായി എക്സാമിനേഷൻ വേണ്ടിയിട്ട് ഒരുങ്ങാനും മോഡൽ എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യാനും സ്പീഡ് ടെസ്റ്റുകൾ എഴുതി നമ്മളെ കറക്റ്റ് ചെയ്യാനും എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. നമ്മൾ ഒരിക്കലും മറ്റുള്ള വിദ്യാർത്ഥികളുമായി നമ്മെ കമ്പയർ ചെയ്യാതിരിക്കുക. ആ വിദ്യാർത്ഥിക്ക് എന്നേക്കാൾ ഇപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടുന്നുണ്ടല്ലോ, ആ വിദ്യാർത്ഥി നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എന്നൊന്നും വിചാരിച്ച് നമ്മൾ ഡെസ്പ് ആകാതെ ഇനിയും നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 3 മാസം നന്നായി പഠിക്കാനും സംശയങ്ങൾ തീർക്കാനും മോഡൽ എക്സാമിനേഷൻ എഴുതാനും നമ്മളെ ഒന്ന് ഇൻസ്പയർ ചെയ്ത് ഞാനിത് അച്ചീവ് ചെയ്യുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ പഠനത്തെ ക്രമീകരിക്കാനും നിങ്ങൾ തയ്യാറായാൽ വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതിന് സപ്പോർട്ട് ചെയ്യാൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ക്രാഷ് കോഴ്സുമായും ലേണിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിലൂടെയും ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വിജയത്തിലേക്ക് നയിക്കാൻ ആൽഫയുടെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട്. ഇതിനോടൊപ്പം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഏത് സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ഡൗട്ട്സുകൾ വന്നാൽ ആൽഫയുടെ ക്യാമ്പസിൽ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് അതിനു വേണ്ട സപ്പോർട്ടും ചെയ്തു തരും. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആൽഫ അക്കാഡമിയിലും ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് ആൽഫയിലെ എക്സ്പേർട്ട് ടീമിന്റെ ഗൈഡൻസോടുകൂടി ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ എൻട്രൻസിന്റെ പുതിയൊരു ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.